എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സദ്യകൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ വടുകപ്പുളി, അല്ലെങ്കിൽ എന്താ പറയുക വൈൽഡ് ലെമൺ എന്നൊക്കെ പറയുന്ന ഈ സംഭവം. അപ്പോൾ ഇത് രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടൊന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വടുകപ്പുളി കറി, അല്ലെങ്കിൽ നാരങ്ങ കറി എന്നൊക്കെ പറയില്ലേ, അതാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലി എന്ന് പറഞ്ഞാലേ, ഇത് ചില ഇതിൻ്റെ തൊലികൾ എന്ന് പറഞ്ഞാൽ അത്ര കട്ടി ഉണ്ടാവില്ല, ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കനം. അപ്പോൾ ഞാൻ നേരത്തെ ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട്, കനം കുറഞ്ഞ തൊലിയാണെങ്കിൽ അറിയാം ചെത്തേണ്ട ആവശ്യമില്ല. നമുക്കിത് യൂസ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് അറിയാം നല്ല കനപ്പുണ്ട്, കൂടുതൽ കനപ്പാണ് സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തൊലിയുടെ ഈ ഭാഗം കുറച്ചീശ ചെത്തിക്കളയുക, നൈസായിട്ട് ചെത്തിക്കളഞ്ഞു കഴിഞ്ഞ് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെത്തിയിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചു. അപ്പോൾ 1 മണിക്കൂറോളം ഉപ്പ് ഇട്ടിട്ട് വെക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ വടുകപ്പുളി എന്ന് ഞാൻ കാണിച്ചത് ഞാനൊരു പീലർ വെച്ചിട്ടാണ് ഇങ്ങനെ തൊലി കളഞ്ഞത് കേട്ടോ. അപ്പോൾ വേണം ഇതുപോലെ വളരെ നൈസായിട്ട് തൊലി നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ചെത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ സമയം കളയുന്നില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓതന്റിക് ആയിട്ടുള്ള രീതിയിൽ നിന്ന് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഇവിടെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊലി ചെത്തിയിട്ട് വേണ്ട ഇതുപോലെ ചെറുതാക്കി ഞാൻ നുറുക്കി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിൽ തിരുമ്പി 1 മണിക്കൂറിന് മേലെയായിട്ടോ അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേണ്ടത് സ്വല്പം മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് പിന്നെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക ചെയ്യാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 4-5 ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരയാണിത്. ശർക്കര ഞാൻ ചെറുതാക്കി ഒന്ന് ചീവിയിട്ടേക്കുന്നതാണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, അതും ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ സംഭവം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ, അധികം വെള്ളം വേണ്ട നമുക്ക് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ഈ കുരു ഒന്നും പാടില്ല കേട്ടോ. ഇങ്ങനത്തെ ഈ കറി നാരങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഞാൻ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പം അതൊന്ന് കുറഞ്ഞിറങ്ങുമ്പോൾ ഈ കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായി താത്തി വെക്കാം. എന്നിട്ട് നമ്മൾ മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ മുളകിൻ്റെ കുത്തൊക്കെ പോയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കും.
അതിൻ്റെ കൂടെ നമ്മൾ പുളി എടുത്ത് വെച്ചേ അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇത് വേവിക്കണം കേട്ടോ. അപ്പം മൂടി വെക്കാണ്ട് തന്നെ വേവിക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ 3 മിനിറ്റോളം ഇതിങ്ങനെ തീ കുറച്ച് വെച്ചപ്പോൾ ഇതിൽ നിന്ന് വടുകപ്പുളിയുടെ നീരിങ്ങനെ ഇറങ്ങി വന്നു കണ്ട. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ സമയത്ത് ഈ വടുകപ്പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കുഴമ്പ് പരുവത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുവരെ തന്നെയാണ് നമ്മൾ വേവിക്കേണ്ടതും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി വേവാവാനുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ ശർക്കര നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര ആഡ് ചെയ്യുന്നത് ഒരു പ്രിസർവേറ്റീവ് പോലെ ഇരിക്കും ചെയ്യും, ചെറിയൊരു കനപ്പ് മാറും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റാണ് നമ്മൾ ഇതുപോലെ സിമ്മിൽ കളിപ്പിച്ചത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ഇത് നന്നായിട്ട് അലിഞ്ഞ് ഒന്നുകൂടി തിളച്ച് വന്നു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രത്തിൽ ഒരു ബോട്ടിലോ ആക്കി വെക്കാം. അപ്പോൾ ഇത് കുറച്ച് ദിവസം നമുക്ക് പുറത്ത് വയ്ക്കാം. കൂടുതൽ ദിവസം സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ വടുകപ്പുളി നാരങ്ങക്കറി ഉണ്ടാക്കാറുള്ളതിന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്താണ് നമുക്ക് പുതിയ റെസിപ്പിയുമായി കാണാം. ബൈ.